ഞാനൊരു ഔഷധ സസ്യത്തെ പറ്റിയാണ് പറയുകയാണ്. ഇതാണ് പുളിയാറിൽ അല്ലെങ്കിൽ പുളിയാറിൽ. അപ്പോൾ ഇംഗ്ലീഷ് ഇന്ത്യൻ സോറൽ എന്നൊക്കെ പറയും. പിന്നെ സംസ്കൃതത്തിൽ ചാർങ്ങേരി, അമ്ലിക, ഹിന്ദിയിൽ അമ്രൽ എന്നും തമിഴിൽ പുളിയാറ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ ഇല കണ്ടാലറിയാം. അപ്പോൾ ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് ഒരു 3 ഇലയാണ്. കണ്ട ഇതുണ്ട് 3 ഇല കണ്ട, ഈ 3 ഇലയാണ് ഉള്ളത്. അപ്പോൾ അതിലൊരു നടുക്കിങ്ങനെ കുനിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇത് വളഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലയും തണ്ടിനൊക്കെ ചെറിയ പുളിപ്പുണ്ടാവും. അങ്ങനെയാണ് ഈ പുളിയാറിൽ തിരിച്ചറിയണത്. അപ്പം ഇതിൻ്റെ ഇല പച്ചക്കും വേവിച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പൂക്കൾക്ക് മഞ്ഞ നിറമാണ്. സെപ്റ്റംബർ ആകുമ്പോൾ പൂക്കൾ വിടരുന്നതായിട്ട് കാണാം. അപ്പോൾ 30 സെൻറ്റിമീറ്റർ വരെനടുത്ത് പൊക്കത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇത് നദീതീരങ്ങളിലും മലകളിലും നടപ്പാതകളിലും കൃഷിയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത് വളരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതൊരു ഔഷധസസ്യമാണ്. അപ്പോൾ ഈ ഔഷധസസ്യം പോലെ ഈ പുളിയാറിലോട്ട് വേറൊരു ഇലയുണ്ട്. അപ്പോൾ അതിനൊന്നും ഇപ്പോൾ ഇത് 3 ഇലയല്ലേ കാണിക്കണം. അപ്പോൾ അതിന് 4 ഇല ഉണ്ടാവും. ഇത് ഈ പുളിയാറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇരിക്കണം. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിച്ച് ആ ഇലയാണ് ഔഷധമെന്നും പറഞ്ഞ് ചിലർ മരുന്നിലൊക്കെ ഉപയോഗിക്കണം. അതല്ല. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഉദരരോഗങ്ങൾ, ആമാശയ സംബന്ധമായ രോഗങ്ങൾ, അൾസസ്, വാതം, കഫം ഇവയ്ക്കൊക്കെ ഇവയ്ക്ക് ഏറ്റവും മികച്ചതാണ്. വയറ് സംബന്ധമായ രോഗത്തിനൊക്കെ, വയറിളക്കത്തിനും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഇല അരച്ചെടുത്തിട്ട് കുറച്ച് കൈപ്പിടിയിൽ ഇല അരച്ചിട്ട് 1 ഗ്ലാസ് മോരിൽ 1 നുള്ളു മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കഴിച്ചാൽ ഇത് മാറുന്നതാണ്. അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് എൻ്റെ മാറിയിട്ടുള്ളതാണ്. പിന്നെ രണ്ടാമത് ഇതിന് 16 ഭാഗം മോരും 4 ഭാഗം ഇതിൻ്റെ നീര്, കുറച്ച് തേച്ച നീരും 4 ഭാഗം നെയ്യും കൂടി ചേർത്ത് ആയുർവേദ വിധിപ്രകാരം എന്ന് വെച്ചാൽ പഥ്യം എന്ന് പറയുന്നത്, ചിലർ മുട്ട കഴിക്കാൻ പാടില്ല, ഇറച്ചി കഴിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പഥ്യം എന്ന് പറയുന്നത്. ആ ആയുർവേദ വിധിപ്രകാരം ഇങ്ങനെ കഴിച്ച് കാച്ചിട്ട് കഴിച്ചാൽ അൾസസ്, ദഹനക്കുറവൊക്കെ പോകാനായിട്ട് പറ്റുന്ന ഒരു മരുന്നാണ്. പിന്നെ ഇത് അരിമ്പാറ മാറാനായിട്ട് ചെറിയ ഉള്ളി നീരിൽ ഇതിൻ്റെ ഇല നീര് എടുത്തിട്ട് തുല്യ അളവിലെടുത്തിട്ട് നമ്മുടെ അരിമ്പാറയുള്ള ഭാഗത്ത് പുരട്ടിയാൽ കുറേ വൈദ്യന്മാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഇതിൻ്റെ ഈ ചെടിയുടെ ഇലയും തണ്ടും 10 ഗ്രാം എടുത്തിട്ട് കുറച്ച് കൈപ്പിടി അത്ര എടുത്തിട്ട് മോരിൽ തിളപ്പിച്ച് 2 നേരം കഴിച്ചാൽ അൾസസ്, രക്തം പോക്കൊക്കെ നിൽക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് ആയുർവേദത്തിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ ചെടിയിൽ മാംസ്യം, കാൽസ്യം, കൊഴുപ്പ്, ബീറ്റാകരോട്ടിൻ, ഓക്സാലിക് അമ്ലം ഒക്കെ ഉൾപ്പെട്ടതാണ്. പിന്നെ പുളിയായിലെ ചമ്മന്തിയൊക്കെ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ പണ്ട് കാലങ്ങളിൽ ഈ ഇല ചേർത്തൊക്കെ മോര് കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പുളിച്ചത് കെട്ടിലൊക്കെ മാറാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് പറയണം. അതുപോലെ ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഈ ഇലച്ചെടി പുളിക്ക് പകരമായിട്ട് കറികളിൽ ഈ പുളിയാരിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലും പുളിയാലും ഉണ്ട്. പച്ചമുളക്, തേങ്ങയൊക്കെ ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കാം. മല്ലിയൊക്കെ ചേർത്ത് ചട്നിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ പുളിയായിലെ പച്ചടി അതെന്ന് പറയുന്നത് ഈ തേങ്ങയും ജീരകവും കടുവും പച്ചമുളകും ഉള്ളിയൊക്കെ അരച്ചിട്ട് ചേർത്തരച്ച് തൈര് ഒഴിച്ച് തിളപ്പിക്കണം. എന്നിട്ട് ഇലയും കൂടി ചേർത്ത് കടുക് വറുത്തിങ്ങനെ ഒക്കെ ആയിട്ട് പച്ചടിയായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരു രുചികരമായ ഔഷധക്കറി കൂടിയാണ്. അപ്പോൾ ഇതിന് ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുടൽ രോഗങ്ങളും മലബന്ധങ്ങളൊക്കെ മാറ്റാൻ കഴിയാനുള്ള ഒരു ഔഷധ സസ്യമാണ്. ഈ ചെടി ഇപ്പോൾ അന്വേഷിച്ചാലൊന്നും കണ്ടെത്താൻ പറ്റത്തില്ല. കാര്യം എന്താ വെച്ചാൽ പുതിയ വീഡിയോകൾ വന്ന കാരണം ഇതെല്ലാം ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിത് എങ്ങനെയോ എൻ്റെ വീട്ടിൽ ഇത് പണ്ടുണ്ടായിരുന്നത് അത് ഞാനിപ്പോൾ പല സ്ഥലത്ത് അന്വേഷിച്ചിട്ട് കണ്ടെത്താനായിട്ട് ഞാൻ നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഗ്രോ ബാഗുകളിലൊക്കെ ഇങ്ങനെ വളർത്തിയെടുക്കാവുന്നതാണ്. നമുക്ക് അത്യാവശ്യമായിട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പ്രയോജനപ്പെടുന്ന സസ്യമാണ്. അപ്പോൾ ഇത്തരം വീഡിയോകൾ നമ്മൾ തുടർന്ന് കാണാനായിട്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക. എല്ലാവർക്കും നന്ദി.